ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് 200 ഗ്രാം തലേദിവസം കുതിർത്ത് വെച്ചിട്ട് ഇതൊരു 60-70 പേർക്കിട്ട് ഉണ്ടാക്കുന്നത്. ഒരു മൗലൂദിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആവശ്യത്തിന് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ 36 ഏലക്കായ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടാ. അപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ വേവിച്ചെടുക്കുന്നത്. വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ചൊവ്വരിട്ട് വേവിച്ചിട്ട് 10 മിനിറ്റ് ഇട്ട് അപ്പം വേവാവട്ടെ. പിന്നെ നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വേണം കേട്ടോ നമുക്ക് മാറ്റി വെക്കാൻ, എന്നാലും ഒട്ടിപ്പിടിക്കാണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ സേമിയം 700 ഗ്രാം എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ പാനിലേക്ക് പഞ്ചസാര അതൊരു 150 ഗ്രാം ഇട്ടിട്ട് അത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം കേട്ടോ. പിന്നെ ഞാൻ 5 ലിറ്റർ പാലും 1.5 ലിറ്റർ വെള്ളം, 1.5-2 ലിറ്ററോളം വെള്ളം, പിന്നെ വറുത്ത് വെച്ച സേമിയ ഒഴിക്കിട്ടു. സേമിയ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ജൗവരി അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് കളർ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് പിങ്ക് കളർ കേട്ടോ. വീഡിയോയിൽ വെള്ള കളർ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ പിങ്ക് കളർ കേട്ടോ. പിന്നെ നമുക്ക് പിങ്ക് പാലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ. പിന്നെ ജൗവരി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കായ പൊടിച്ച് വെച്ചില്ല അതും ഇടാം കേട്ടോ. പിന്നെ 100 ഗ്രാം നെയ്യിലേക്ക് 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 100 ഗ്രാം മുന്തിരിട്ടിട്ട് വറുത്ത് കയറിയിട്ട് അതിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയായിരുന്നു. എല്ലാവർക്കും നല്ല പറ്റി കേട്ടോ. നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക.